Hello friends, welcome back to my channel. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിന്റെ 51ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ മെനുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഞാൻ തേങ്ങ ഉപയോഗിച്ചിട്ടേ ഇല്ല. രണ്ട് റെസിപ്പീസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. രണ്ടിലും ഞാൻ തേങ്ങ ഉപയോഗിക്കാണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെസിപ്പീസിലേക്ക് കടക്കാം. ആദ്യം ഞാനൊരു തക്കാളി കൊണ്ടുള്ള പുളിശ്ശേരി ഉണ്ടാക്കണം. അതിന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകും ജീരകവും ഉലുവയും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചെറിയുള്ളിയും ഒരു പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റുക. അതിനുശേഷം തക്കാളി നേരിയതായിട്ട് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളിനെ നന്നായി മിക്സ് ചെയ്ത് ഇത് സോഫ്റ്റ് ആവണ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തക്കാളി ഒന്ന് നന്നായി വേവിച്ചെടുക്കുക. അപ്പോൾ ഈ വെള്ളം കുറച്ചായിട്ട് ചേർത്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇതൊന്ന് കുറുകി വരും. കുറുകി വന്നതിന് ശേഷം തൈര് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്ലെയിം കുറച്ചിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ബ്രോക്കലി, ക്യാരറ്റ്, ബേബി കോൺ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. എല്ലാം കുക്കായി തീരുമ്പോൾ നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് നേരം കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായി കുക്കായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പീസ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.